അന്നത്തെ വീടുകളിലുണ്ടായിരുന്ന ഈ നാത്തൂന്മാർ തങ്ങളിലുള്ള ഒരു സന്തോഷകരമായിട്ടുള്ള ഒരു കളിയാക്കലിൻ്റെ അന്തരീക്ഷം ഈ ഗാനങ്ങളിൽ അദ്ദേഹം ഒരു ചിത്രശലഭത്തെ എങ്ങനെയാണ് ഒരു വർണ്ണച്ചിമിഴിലിട്ട് നമുക്ക് തന്നതുപോലെ അദ്ദേഹം അവിടെ അനശ്വരമാക്കി വെച്ചിരിക്കുകയാണ്. ഈ മനോഭാവങ്ങളൊക്കെ പോയി കേട്ടോ. ഇപ്പോൾ കൂട്ടുകുടുംബമില്ല, ഒന്നുമില്ല, എങ്കിലും നമുക്ക് ഗൃഹാതുരത്വത്തോടു കൂടി ഓർമ്മിക്കാൻ ഈ പാട്ടുകൾ ഇതൊക്കെ ഒരു കാലത്തെ കേരളീയതയാണെന്നേ പറയാൻ പറ്റുള്ളൂ. എന്നത്തെ കേരളീയതല്ല. ഫ്ലാറ്റുകൾ ജീവിക്കുന്ന നമ്മുടെ കേരളീയത ഇതല്ല കേട്ടോ. പഴയ കേരളീയത എന്നും കൂടി അത് ക്വാളിഫൈ ചെയ്യും. ഇത്തരത്തിലുള്ള ഒരുപാട് കേരളീയമായിട്ടുള്ള കേരളത്തിന് മാത്രമായിട്ടുള്ള സന്ദർഭങ്ങളെ അനശ്വരമാക്കാൻ ഭാസ്കരൻ മാസ്റ്ററിൻ്റെ ഗാനങ്ങൾക്ക് സാധിച്ചിരിക്കുന്നു. മാത്രവുമല്ല, ഈ സിനിമാ ഗാനങ്ങൾ ഒരു കാലത്ത് സന്തോഷ് കുമാറിനെ പോലുള്ള അക്കാദമിക പണ്ഡിതന്മാർ ഞങ്ങളെ ഒന്നും അകത്ത് കയറ്റില്ല. ഞങ്ങളെന്ന് പറഞ്ഞ പാട്ടെഴുത്തുകാരെയൊക്കെ പുച്ഛമാണ്. ഇപ്പോൾ എല്ലാം മാറിയിട്ട് സന്തോഷ് കുമാറിനതില്ല. എന്നാലും അക്കാദമിക് ഞാൻ ഒരു വലിയ കോളേജിൽ നിന്നിട്ടാണല്ലോ ഇത് പറയുന്നത്. അക്കാദമിക് പാണ്ഡിത്യത്തിന് പാട്ടെഴുത്തുകാരൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ പുച്ഛമാണ്. അതിനകത്തൊരു കാര്യമില്ല. ഞാൻ പറയുന്നു, കവിതകളോടൊപ്പം തന്നെ പാട്ടുകളിൽ കുടിയിരിക്കുന്ന കാലഘട്ടത്തിൻ്റെ മുദ്രകൾ ആ പാട്ടുകളുടെ മൂല്യം വർദ്ധിപ്പിക്കുകയാണ്. ഫോസിൽസിനെ കൊണ്ട് ആർക്കിയോളജിസ്റ്റുകൾ പുരാതന കാലത്തേക്ക് പോകുന്നത് പോലെ ഈ ഗാനങ്ങളിനകത്തൊക്കെ നമ്മുടെ മനോഭാവങ്ങളുടെ സാമൂഹിക ചരിത്രത്തിൻ്റെയൊക്കെ വിരൽപ്പാടുകളുണ്ട്. ഇപ്പോൾ ഞാൻ സ്ഥിരമായിട്ട് പറയുന്നൊരു ഉദാഹരണമുണ്ട്. എന്താണ്, എങ്ങനെ ഞാൻ നാവെടുത്ത് പേര് വിളിക്കുമെന്ന് മാസ്റ്ററുടെ ഒരു പാട്ടുണ്ടല്ലോ. ഒരു പെൺകുട്ടി ചോദിക്കുകയാണ്, എൻപ്രാണ നായകനെ എന്ത് വിളിക്കും? ഇപ്പോൾ ഒരു പ്രശ്നമില്ല എന്നുള്ള എനിക്കറിയാം. എടാന്ന് പോടാന്ന് വിളിച്ചാൽ മതി, ഒരു പ്രശ്നമില്ല. മനസ്സിലായില്ലേ? പക്ഷേ അന്നത്തെ കാലത്ത് അങ്ങനെ അല്ല എന്ന് ഇന്നത്തെ കുഞ്ഞുങ്ങൾക്ക് അറിയണമെങ്കിൽ ഈ ഫോസിലെടുത്ത് നോക്കണം, ഈ പാട്ടെടുത്ത് നോക്കണം. എൻപ്രാണ നായകനെ എന്ത് വിളിക്കുമെന്ന് സന്ദേഹിച്ച നായികമാരും കേരളത്തിലുണ്ടായിരുന്നു അത്രേ എന്ന് നിങ്ങൾക്ക് അത്ഭുതമായിരിക്കും. ഓഹോ, ഇവനെയൊക്കെ പേര് വിളിക്കുക എത്ര വിഷമം തോന്നുന്നവനെ പേര് വിളിച്ചുകൊണ്ട് അവരൊരു പേരില്ലേ എന്ന് ചോദിക്കുന്ന തലമുറയിലേക്ക് നിങ്ങൾ എത്തിയതിനകത്ത് കുറ്റമൊന്നുമില്ല കേട്ടോ, നല്ലത് തന്നെ. പക്ഷേ അങ്ങനെ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അറിയുന്നത്. എന്താണ്, നാണിച്ച് കാൽനഖം കൊണ്ടൊരു വര വരച്ചു. ഇപ്പോൾ ആരെങ്കിലും നാണിച്ചാൽ തന്നെ വര വരയ്ക്കുമോ? ഇനി വര വരയ്ക്കാൻ മണ്ണുണ്ടോ? എല്ലാം നമ്മുടെ സിമെൻ്റ് ഇട്ടിരിക്കുകയാണ്. അത് വേറൊരു കാര്യം. ഒരുപാട് പ്രശ്നങ്ങളാണ് കേട്ടോ. പണ്ട് എന്താണ്, വേറൊന്നും ചോദിച്ചില്ല. പ്രസാദമറ്റ ചോദിച്ചപ്പോൾ കാൽനഖം കൊണ്ടൊരു വര വരച്ചു. ഇങ്ങനെയൊക്കെ ഒരുപാട് അന്നത്തെ കാലഘട്ടത്തിൻ്റെ നായികമാരുടെ വൈകാരികമായിട്ടുള്ള ആലസ്യങ്ങളും വൈകാരികമായിട്ടുള്ള സന്ദേഹങ്ങളും ഒക്കെ തന്നെ നമ്മുടെ പൂർവികർ ഇന്ന് 90 വയസ്സിലൊക്കെ എത്തിയിരിക്കുന്ന മുത്തശ്ശിമാർ കുമാരിമാരായിരുന്ന കാലത്തുള്ള കേരളമാണിത്. നിങ്ങൾ ആലോചിക്കണം കേട്ടോ. ഇപ്പോൾ എണീറ്റ് നടക്കാൻ പരസഹായം ഇല്ലാതെ നടക്കാൻ വയ്യാത്തവരുമൊക്കെ ഒരു കാലത്ത് പ്രണയിച്ചിരുന്ന കാലഘട്ടത്തെ പറ്റിയാണെന്ന് ഓർക്കുമ്പോഴാണ് ഇത് വെറും ടെക്സ്റ്റ് ബുക്കല്ല, ഇത് ജീവിതമാണ് എന്ന് നമ്മൾ ഓർത്തുകൊണ്ട് ഗാനങ്ങളുടെ ലോകത്തിലേക്ക് കടക്കുന്നതിന് ഒരർത്ഥമുണ്ട് എന്ന് നിങ്ങൾ ഓർക്കണം എന്ന് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഇനി മാസ്റ്ററുടെ പാട്ടുകളുടെ ബിംബങ്ങളെ പറ്റി കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിച്ചുകൊള്ളാം. ഈ പാട്ടുകൾക്കൊക്കെ ബിംബങ്ങളുണ്ട്. കവിത പഠിക്കും, നിങ്ങൾക്ക് ഇമേജറിയെ പറ്റി അറിയാമല്ലോ. ഇമേജറി 2 തരത്തിൽ വരാം. സ്റ്റാറ്റിക് ഇമേജറി ആവാം, ഡൈനാമിക് ഇമേജറിയും ആവാം. സ്റ്റാറ്റിക് ഇമേജറി ആകുമ്പോഴാണ് പാട്ടുകൾ നമ്മളോട് സംവദിക്കാത്തത്. അതൊക്കെ ഈ സ്റ്റിൽ ലൈഫ് പോലെ ഇരിക്കും, നിശ്ചല ചിത്രങ്ങളാണ്. എന്നാൽ മാസ്റ്റർ ഒരിക്കലും നിശ്ചല ചിത്രങ്ങൾ വരയ്ക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഡൈനമിക്കാണ്. ആ ഇമേജുകൾ മാറും. ഇമേജുകളുടെ ഡൈനമിസം ഉണ്ട്. ഉദാഹരണത്തിന് ഞാനിവിടെ ഇരുന്നെങ്കിലും ഉദാഹരണം ഓർക്കുകയായിരുന്നു. ഒരുപാട് പാട്ടുകളുണ്ടല്ലോ. മാരിവില്ല് പന്തലിട്ട ദൂരചക്രവാളം മാടിമാടി വിളിക്കുന്നത് അറിഞ്ഞില്ലേ. ചുമ്മാ അവിടെ ദൂരചക്രവാളം ഇങ്ങനെ ഈ എന്താണ് സ്റ്റേജ് സുജാതൻ വരച്ചു വെച്ചതുപോലെ ഇരിക്കുകയല്ല. നാടകത്തിലെ സ്റ്റേജ് പോലെ ഒരു വരച്ചു വച്ചിരിക്കുകയല്ല, മാരിവില്ല് വരച്ചു വച്ചിരിക്കുകയല്ല. മാരിവില്ല് പന്തലിട്ട ദൂരചക്രവാളം മാടിമാടി വിളിക്കുന്നത് അറിഞ്ഞില്ലേ പഞ്ചശരൻ വളർത്തുന്ന പൈങ്കിളിപ്പെണ്ണ. ആ മാടിമാടി വിളിക്കുന്നതോടുകൂടി ആ ചിത്രമാകെ ഡൈനമിക് ആയല്ലോ. അതുപോലെ ഇനി എത്ര എണ്ണം. മഞ്ഞണി പൂന്നിലാവ് വെറുതെ ഇങ്ങ് വരികയല്ലോ. പേരാച്ചൻ കരയിൽ മഞ്ഞൾ അരച്ച് വെച്ച് നീരാടുകയാണ്. ഒരുപാട് ജോലി ചെയ്ത് വന്ന് ആദ്യം കടവിലിരുന്നു, മഞ്ഞൾ അരച്ചു, പിന്നെ നീരാടിക്കൊണ്ടിരിക്കുകയാണ്. ആരാണ്? ഒരു പെൺകുട്ടിയല്ല, മഞ്ഞണി പൂന്നിലാവ് എന്ന് പറയുമ്പോഴാണ് നമുക്ക് ആഹ്ലാദമുണ്ടാകുന്നത്. ആ ഒരു കാവ്യാത്മകമായിട്ടുള്ളൊരു സൗന്ദര്യം നമുക്കുണ്ടാകുന്നത് മഞ്ഞണിപ്പൂന്നിലാവ് ഇങ്ങനെ മഞ്ഞൾ അരച്ച് വെച്ച് നീരാടുന്നു എന്ന് പറയുമ്പോൾ ഡൈനമിക് ഇമേജറി. ഇനിയുമുണ്ട്. ഈറനുടുത്തും കൊണ്ട് അമ്പരം ചുറ്റുന്ന ഹേമന്ത രാവിലെ വെൺമുകിലെ വെറുതെ അങ്ങ് നിൽക്കുകയല്ല കേട്ടോ. അത് ഈറനുടുത്തും കൊണ്ട് അമ്പലം ചുറ്റുകയാണ്. അങ്ങനെ അപ്പോൾ അതിൻ്റെ ഒരു ഡൈനമിക് ആയിട്ടുള്ള ഇഫക്റ്റ് വരുമ്പോഴാണ് നമുക്ക് ആ പാട്ടുകളോട് പിന്നെയും നമുക്ക് ബന്ധപ്പെടാൻ. ഇങ്ങനെ ഏത് പാട്ടെടുത്താലും ഈ ഡൈനമിക് ഇമേജറി നമുക്ക് ബോധ്യപ്പെടും. പിന്നെ അതുപോലെ വേറൊന്ന്, അദ്ദേഹത്തിൻ്റെ ഇമേജറി എന്ന് പറയുന്നത് വളരെ അനായാസമായി, അതിനകത്ത് യാതൊരു സ്ട്രെസ്സില്ല. അദ്ദേഹം ഇവിടുന്നെങ്കിലൊക്കെ തേടി പിടിച്ചുകൊണ്ട് വരികയല്ല കേട്ടോ. സ്വാഭാവികമായി വരുന്ന വാക്കുകളെയും പദങ്ങളെയും ബിംബങ്ങളെയും വളരെ ലളിതമായി സന്നിവേശിപ്പിച്ചുകൊണ്ട് അദ്ദേഹം ഉണ്ടാക്കുന്ന ചില മെറ്റഫേഴ്സ് ഒന്ന് ശ്രദ്ധിക്കുക.
നൈസർഗികവും അനായാസവുമായിട്ട് വരുന്നതാണ്. പൊട്ടാത്ത പൊന്നിൻ കിനാവ് കൊണ്ടൊരു പട്ടുനൂല് ഊഞ്ഞാല് കിട്ടിയ, അത് കഥയിൽ ഏറ്റവും വ്യക്തമായിട്ടുള്ളൊരു സംഗതി. അത് പിന്നീട് മാറി വരുന്നുണ്ട്. പൊട്ടിത്തകർന്ന കിനാവ് കൊണ്ട് പിന്നെ പറയാനും സൗകര്യമായി. പൊട്ടാത്ത പൊന്നിൻ കിനാവ്, അത് നമ്മൾ പേട്ട് കേട്ടിട്ടതിൻ്റെ ഇമേജറിയെ പറ്റി നമ്മൾ ആലോചിക്കുന്നില്ല കേട്ടോ. അതിനകത്തുള്ളൊരു മെറ്റഫർ, പൊട്ടാത്ത പൊന്നിൻ കിനാവ് കൊണ്ടൊരു പട്ടുനൂല് ഊഞ്ഞാൽ കെട്ടിഞ്ഞാൽ എന്ന് പറയുമ്പോൾ ഈ പൊയറ്റിക് ഇൻസ്പിറേഷൻ്റെ ലെവല് നമ്മൾ ആലോചിക്കണം. പിന്നെ അതുപോലെ തന്നെ കൽപ്പനയാകും യമുനാ നദിയുടെ അക്കരെ അക്കരെ അക്കരെ. കൽപ്പനയാകും യമുനാ നദി, സിമ്പിൾ ഇമേജാണ്, മെറ്റഫറാണ്. പക്ഷേ കൽപ്പനയാകും യമുനാ നദി കേട്ട് കേട്ട് നമുക്ക് പഴകിപ്പോയതുകൊണ്ട് അതിൻ്റെ വാല്യൂ നമ്മൾ മനസ്സിലാക്കുന്നില്ല. ഒന്നും കൂടെ ഉണ്ട്, അതെല്ലാവർക്കും അറിയാവുന്ന പാട്ടാണ്. എന്താണ്? താന്നിയൂർ അമ്പലത്തിൽ കഴകക്കാരനെ പോലെ ചിങ്ങമെത്തുമ്പോൾ. അപ്പോൾ കഴകക്കാരൻ്റെ ജോലി എന്താണെന്ന് അറിഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ അർത്ഥം മനസ്സിലാവും. ഇപ്പോൾ കഴകക്കാരൊന്നും കാണാറില്ല, കാരണം ചാലയെന്ന് കെട്ടിക്കൊണ്ട് നമ്മൾ പിന്നെ ഇവിടെ കടയിലൊക്കെ പൂ തൂക്കിയിരിക്കുകയാണല്ലോ. ഈ പൂ കിട്ടുന്നവ, അമ്പലത്തിൽ പൂ കിട്ടുന്നവനാണ് കഴകക്കാരൻ. അപ്പോൾ ഇവിടെ കഴകക്കാരനെ പോലെ ചിങ്ങമെത്തി എന്നാണ് പറയുന്നത്. ചിങ്ങമാസത്തിൽ ഒരുപാട് പൂക്കൾ ഇങ്ങനെ വിടർത്തിയിട്ട് പ്രകൃതി കഴകക്കാരനെ പോലെ ചിങ്ങമെത്തി എന്നാണ് പറയുന്നത്. എല്ലാം കെട്ടിവെച്ചിരിക്കുകയാണ് എന്ന് പറയുന്ന ആ ഒരു ഇമേജിൻ്റെ ആ ഒരു ലോഫ്റ്റിനെസ്, അതിൻ്റെ ഒരു ഉദാരത ഒക്കെ അത് വളരെ സൂക്ഷ്മമായിട്ട് ചെല്ലണം. സൂക്ഷ്മമായിട്ട് പാട്ടിലേക്ക് പോയെങ്കിലേ അദ്ദേഹത്തിൻ്റെ ഈ സിംപ്ലിസിറ്റി കൊണ്ട് ഒരുപക്ഷെ ഈ പാട്ടുകളിൽ ഇത്രയേറെ സർഗാത്മകമായിട്ടുള്ള ചൈതന്യമുണ്ട് എന്ന് നമുക്ക് തോന്നാത്ത മട്ടിലുള്ള ലാളിത്യം ആണ് ഭാസ്കരൻ മാസ്റ്റർ പാട്ടിൻ്റെ ഒരു കുഴപ്പവും. നമ്മൾ വിചാരിക്കും ഇത്ര വളരെ സിമ്പിളാണല്ലോ, പൊട്ടാത്ത പൊന്നിൻ കിനാവ് കൊണ്ടാണ് നമ്മളും പാടും. പക്ഷേ ഇതൊരു മെറ്റഫറാണ് എന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് ആഹ്ലാദമുണ്ടാകുന്നത്. ഇനി മറ്റു ചില സവിശേഷതകളോട് പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ഒരു ഗാനരചയിതാവായി അദ്ദേഹം ഇത്രയേറെ ശോഭിച്ചതിൻ്റെ കാരണം എന്താണ്? അദ്ദേഹത്തിൻ്റെ വേഴ്സറ്റാലിറ്റിയാണ്. പിന്നെ ഒരു ഗാനരചയിതാവിന് ഈ രംഗത്ത് പിടിച്ചു നിൽക്കണമെങ്കിൽ എല്ലാ തരത്തിലുള്ള പാട്ടും എഴുതാൻ സാധിക്കണം. അല്ലാതെ ഞാൻ പ്രണയഗാനം മാത്രമേ എഴുതുള്ളൂ, അത് തന്നെ പിന്നെ പെണ്ണിനെ വർണ്ണിക്കുന്ന പാട്ടേ എനിക്ക് എഴുതാൻ പറ്റൂ, ആണിനെ വർണ്ണിക്കുന്ന പാട്ട് ഞാൻ എഴുതില്ല. ഞാൻ നല്ല പ്രേമഗാനങ്ങളെ എഴുതുള്ളൂ, അല്ലാതെ വേറൊന്നും എഴുതില്ല. ശോകഗാനം എനിക്ക് ഇഷ്ടമല്ല, അങ്ങനെയൊന്നും പറഞ്ഞ് നമ്മൾ ദൂരെ കളയില്ല. ഇൻഡസ്ട്രിക്ക് നിങ്ങളുടെ ആവശ്യമില്ല. ഇതെന്തും എഴുതും. വേഴ്സറ്റാലിറ്റിയാണ് ഭാസ്കരൻ മാസ്റ്റർ എന്ന് പറയുന്ന ഗാനരചയിതാവിൻ്റെ ഏറ്റവും വലിയ ഗുണം. അദ്ദേഹം ഫലിതഗാനം എഴുതാൻ പറഞ്ഞാൽ ഫലിതഗാനം എഴുതും, നല്ല സുറുമ എഴുതും. അതിനേക്കാൾ നല്ലൊരു ഫലിതഗാനമുണ്ടോ? അങ്ങനെ എത്ര ഫലിതഗാനങ്ങൾ ഒരു പ്രയാസവും ഇല്ലാതെ അദ്ദേഹത്തിന് എഴുതാൻ സാധിക്കും. ഫലിതഗാനങ്ങൾ, പ്രണയഗാനങ്ങൾ ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല, അത് അതിൻ്റെ വൈവിധ്യം കൊണ്ട് തന്നെ നമ്മളെ വിസ്മയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. തത്വചിന്താപരമായ ഗാനങ്ങൾ, അത് ഭാസ്കരൻ മാസ്റ്റർ വലിയൊരു സംഭാവനയാണ്. വെറുതെ തത്വചിന്ത പറയുകയല്ല, വലിയ തത്വചിന്ത പറയുകയല്ല, നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി തത്വചിന്താപരമായിട്ടുള്ള തത്വവിചാരങ്ങൾ നമ്മളിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. നമ്മൾ കാണുന്ന ഇമേജുകളിലൂടെ. കരയുന്നോ പുഴ ചിരിക്കുന്നു. ഭാരതപ്പുഴയുടെ അടുത്ത് പോയിട്ടിരിക്കുന്ന കഥാനായകൻ, മുറപ്പെടിലെ നായകൻ പാടുകയാണ് കരയുന്നോ പുഴ. അദ്ദേഹത്തിൻ്റെ പശ്ചാത്തലം നമുക്കറിയാമല്ലോ, എല്ലാം തകർന്ന് തരിപ്പണമായി കിടക്കുകയാണ്, ആളുകൾ ഭാഗം വെച്ച് പിരിയുകയാണ്. കരയുന്നോ പുഴ ചിരിക്കുന്നു, കണ്ണീരുമൊലിപ്പിച്ച് കൈവഴികൾ പിരിയുമ്പോൾ. ഈ കൈവഴികൾ പിരിയുക എന്നുള്ളത് ഒരു കൂട്ടുകുടുംബം ഭാഗം വെച്ച് പിരിയുന്നതിൻ്റെ ആ സങ്കടം അറിഞ്ഞവനെ അറിയാൻ പറ്റുള്ളൂ. കൈവഴികൾ പിരിയുമ്പോൾ കരയുന്നോ പുഴ ചിരിക്കുന്നോ എന്ന് ചോദിക്കുന്നതിനകത്തുള്ളൊരു ഫിലോസഫി എന്ന് പറയുന്നത് വലിയ ഗഹനമായ ഫിലോസഫി അല്ല, അത് വൈകാരികമായിട്ടുള്ള തത്വചിന്തയിലേക്കുള്ള വളർച്ചയാണ്. ഒരു കഥാപാത്രത്തിൻ്റെ വളർച്ചയെ ആ കഥാപാത്രത്തിൻ്റെ നിലവാരത്തിൽ നിന്നുകൊണ്ട് പറയാൻ ഭാസ്കരൻ മാസ്റ്റർക്ക് സാധിക്കുന്നു എന്നുള്ളത് അദ്ദേഹം സംവിധായകൻ കൂടി ആയതുകൊണ്ടാണ് എന്നെനിക്ക് തോന്നുന്നു. അതുപോലെ തന്നെ നഗരം നഗരം മഹാസാഗരം എന്നൊരു പാട്ടുണ്ടല്ലോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് അത്. ഈ കുതിച്ചുപായും നഗരിയിൽ ഒരു ചെറു കൂര ചമയ്ക്കുമ്പോൾ എങ്ങനെ ഞാൻ എന്നൊക്കെയുള്ളത്. വാസ്തവത്തിൽ ഈ ബോംബെയിലും മദ്രാസിലും ഒക്കെ പോയി ഇങ്ങനെ നിൽക്കുമ്പോൾ നമ്മൾ കുറേ നേരം അവിടെ നിൽക്കണം. ആ സ്ലമ്മിൻ്റെ അടുത്തോ ഈ വണ്ടികളൊക്കെ ഇങ്ങനെ പോകുന്നൊരു സ്ഥലത്ത് നിൽക്കുമ്പോൾ ആളുകൾ അങ്ങോട്ട് പോകുന്നു ഇങ്ങോട്ട് വരുന്നു, എല്ലാം ആരുടെയോ അച്ഛനും അമ്മയും മക്കളും ഒക്കെയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് കേട്ടോ. ഇങ്ങനെ വെള്ളം ഒഴുകുന്നത് പോലെ ജനം പോകുന്നു. അപ്പോഴാണ് കുതിച്ചുപായും നഗരിയിൽ ഒരു ചെറു കൂര ചമയ്ക്കുമ്പോൾ എങ്ങനെ ഞാൻ എന്ന ചോദ്യത്തിൻ്റെയൊക്കെ ആ ഒരു തത്വചിന്താപരമായിട്ടുള്ള ഒരു നിലപാട് നമ്മൾ ആ കഥാപാത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാൻ സാധിക്കത്തക്ക രീതിയിൽ അദ്ദേഹം അവതരിപ്പിക്കുന്നു. അല്ലാതെ വലിയ സംസ്കൃത പദങ്ങൾ കൊണ്ട് ഗഹനമായിട്ടുള്ള ചിന്തകളൊന്നുമല്ല. അതുപോലെ തന്നെ നാദബ്രഹ്മത്തിന് സാഗരം നീന്തി വരും നാഗസുന്ദരിമാരെ എന്നുള്ള പാട്ടൊക്കെ അതൊക്കെ കൂടുതൽ അപഗ്രഥനത്തിന് വിധേയമാകണം എന്നതിന്. മറ്റൊരു പാട്ട് അദ്ദേഹത്തിൻ്റെ അനന്തരദശയിലൊക്കെ എഴുതിയ പാട്ട്, ഇന്നെനിക്ക് പൊട്ടുകുത്താനെന്ന് ഗുരുവായൂർ കേശവൻ എന്നുള്ള പടത്തിലെ പാട്ടുണ്ടല്ലോ, അതിനകത്ത് അദ്ദേഹം ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ അതൊക്കെ പുതിയ പദാവലി അദ്ദേഹം കണ്ടുപിടിച്ചതുപോലെ നമുക്ക് പുഷ്പിതാഗ്രകൾ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല നല്ല വാക്കുകൾ അതിനകത്ത്. വാക്കുകൾ മാത്രമല്ല, ആ പാട്ടിൻ്റെ സംഗീതമാണെങ്കിലും അത് ഉജ്ജ്വലമായിട്ടുള്ള ഒരു സംഗീത ശില്പമായി ആ പാട്ടിനെ മാറ്റാൻ ഈ വരികൾ എന്തുമാത്രം സഹായിച്ചിരിക്കുന്നു എന്നുള്ളത് നിങ്ങൾ അപഗ്രഥന വിധേയമാക്കേണ്ട ഒരു പാട്ടാണ് ഇന്നെനിക്ക് പൊട്ടുകുത്താൻ എന്നുള്ള പാട്ട് എന്നെനിക്ക് തോന്നുകയാണ്. ഇനി മലയാളത്തിലെ ഏറ്റവും നല്ല ഗസലുകൾ നമുക്ക് സമ്മാനിച്ചു പോയതും ഭാസ്കരൻ മാസ്റ്റർ തന്നെയാണ്.
അത് ഇദ്ദേഹം പറഞ്ഞു, പ്രഭാവർമ്മ പറഞ്ഞു താമസം എന്തേ വരുവാനെന്നുള്ളതാണ് മലയാളത്തിലെ ആദ്യത്തെ ഗസൽ. അതുപോലെ തന്നെ ഒരു പുഷ്പം മാത്രമെന്നുള്ള പാട്ട്. ബാബുരാജ് എന്ന് പറയുന്ന സംഗീത സംവിധായകനെ കൊണ്ട് ഇത്രയേറെ സംഭാവനകൾ നമുക്ക് തരാൻ ബാബുരാജിന് സാധിച്ചത് ഭാസ്കരൻ മാസ്റ്ററുടെ വൈകാരിക പൂർണിമയുള്ള ഈ ഗാനങ്ങൾ കൊണ്ടായിരുന്നു എന്നുകൂടി എനിക്ക് പറയേണ്ടതുണ്ട്. കാരണം മറ്റു പല ഗാനരചയിതാക്കളുടെയും കാര്യത്തിലില്ലാത്ത വൈകാരികത ഭാസ്കരൻ മാസ്റ്ററുടെ ഗാനങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളത് കൊണ്ട് ബാബുരാജിൻ്റെ അത്ഭുതകരമായിട്ടുള്ള സ്പർശം കൊണ്ട് നമുക്ക് അനശ്വരമായിട്ടുള്ള ഗാനങ്ങൾ ഭാസ്കരനും ബാബുരാജും ചേർത്ത് തന്നു. അങ്ങനെ ആ ഗാനങ്ങൾ നിലവിലിരിക്കുന്ന ഒരു മലയാളത്തിൽ ജീവിക്കാൻ നമുക്ക് സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ജീവിതത്തിൻ്റെ അനേക സുഹൃതങ്ങളിൽ ഒന്ന് എന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. എല്ലാ ദിവസവും രാത്രി പാട്ട് കേട്ടിട്ട് ഉറങ്ങുന്ന ഒരു ഭ്രാന്തൻ കൂടിയാണ് ഞാൻ. അത് ഒരേ പാട്ട് തന്നെ കേൾക്കും കേട്ടോ. അപ്പോൾ എൻ്റെ ഭാര്യ ചോദിക്കും വട്ടായി പോയെന്നാണ്, ഇന്നലെ ഈ പാട്ട് തന്നെ കേട്ടല്ലോ രാത്രി, അവൾ നേരത്തെ കിടക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ഇന്നലെ കേട്ടതുപോലല്ലോ, ഒരു പുഴയിൽ ആരും 2 പ്രാവശ്യം ഇറങ്ങുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഇന്നലെ കേട്ട പാട്ട് തന്നെയാണ് ഞാനിന്ന് കേൾക്കുന്നത്. പക്ഷേ ആദ്യമായിട്ട് കേൾക്കുന്നത് പോലെയാണ് ഞാൻ കേൾക്കുന്നത്. ഇന്നലെ കേൾക്കാത്ത ചില കാര്യങ്ങൾ ഇന്ന് ഞാൻ അതിനകത്ത് കേൾക്കും. അങ്ങനെ ഇതൊക്കെ കേട്ട് ജീവിക്കാൻ നമുക്ക് സാധിക്കുന്ന ഒരു കേരളവും മലയാളവും നമുക്ക് തന്നുപോയ അനുപമ ശില്പികളിലൊരു പ്രമുഖനെയാണ് നമ്മൾ അനുസ്മരിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ലാസ്റ്റ് പോയിൻ്റ്, യഥാർത്ഥത്തിലുള്ള ലാസ്റ്റ് പോയിൻ്റ് നിങ്ങളുടെ ഒരു കുസൃതിക്ക് വേണ്ടി പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ വയസ്സായി വരുന്തോറും നമുക്ക് ചില പശ്ചാത്താപങ്ങളൊക്കെ വരും. അങ്ങനെ ഒരു പശ്ചാത്താപത്തെ ഉദ്ദീപിപ്പിക്കുന്ന ഒരു പാട്ട് നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകാൻ സാധ്യതയുള്ളൊരു പാട്ടല്ലേ കേട്ടോ. കാട്ടുകുരങ്ങ് എന്നുള്ള സിനിമയിൽ ഭാസ്കരൻ മാസ്റ്ററുടെ മനസ്സിനെയാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് കേട്ടോ. ഭാസ്കരൻ മാസ്റ്ററുടെ മനസ്സ് എന്നുള്ളത് കാർത്തിക രാത്രിയിലെ മഞ്ഞുതുള്ളിയോ എന്നൊരു പാട്ടുണ്ട്. അത് ജയഭാരതിയുടെ സ്റ്റേജിൽ കാണുമ്പോഴൊക്കെ നമുക്ക് ഇഷ്ടം വരികയില്ല, പക്ഷെ പാട്ട് മാത്രം കേൾക്കണം. കാർത്തിക രാത്രിയിലെ മഞ്ജു തുള്ളിയോ കഥനത്തിൻ കണ്ണുനീർ തുള്ളിയോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ തിളങ്ങുന്നു സ്വപ്നം കണ്ടിരിക്കും ഈ ഏകാന്ത പാന്തൻ്റെ കവിൾത്തടത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പാട്ടിൻ്റെ ചരണങ്ങളിൽ 2 ചരണത്തിൽ 2 ഇൻവിറ്റേഷനുണ്ട്. ആ ഇൻവിറ്റേഷൻ ഞാനത് വായിക്കാം. എൻകുടിലിൻ താമര തളിർമഞ്ചത്തിൽ ഇന്ന് രാത്രി കഴിച്ചിട്ട് നിനക്ക് പോകാം. അത് പാടുന്ന രീതി സുശീലയുടെ ഗാനാലാപന ശൈലിയും ദേവരാജൻ്റെ മ്യൂസിക്കും ഭാസ്കരൻ്റെ രചനയും. അപ്പോൾ എൻകുടിലിൻ താമര തളിർമഞ്ചത്തിൽ ഇന്ന് രാത്രി കഴിച്ചിട്ട് നിനക്ക് പോകാം. അത് മാത്രമല്ല, പിന്നെയുണ്ട് ക്ഷണം. മഞ്ഞണി നിലാവ് പൂത്ത മലർപ്പൊയ്കയിൽ അഞ്ജനക്കണ്ണെഴുതിയ നീലത്താരകൾ നീലമുകിൽ തോണിയേറി തുഴഞ്ഞിടുമ്പോൾ നീ കേൾക്കാൻ ഞാനൊരു കവിത പാടാം. പോരെ, താമര തളിർമഞ്ചത്തിൽ കിടപ്പ്, അങ്ങനെ നീലാകാശം, നീ കേൾക്കാൻ ഞാനൊരു കവിത പാടാം. ഇങ്ങനെ ആരെങ്കിലും ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ എന്നുള്ള ഒറ്റ പ്രാർത്ഥനയോടുകൂടി ഇതിനെല്ലാം നമുക്ക് സഹായം ചെയ്ത, നമുക്ക് സംഭാവനകൾ നൽകിയ ആ അമര ഭാവന കുബേരനായ ഭാസ്കര പ്രതിഭയ്ക്ക് മുമ്പിൽ എൻ്റെ പ്രണാമങ്ങൾ അർപ്പിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ചിന്തകളും വിചാരങ്ങളും ഇമേജുകളും നമ്മളെ എന്നും പ്രചോദിപ്പിക്കട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ആ പ്രതിഭയ്ക്ക് മുമ്പിൽ നമസ്കരിക്കുന്നു. നന്ദി, നമസ്കാരം.